അവര് കൊണ്ടുവന്ന തെളിവുകളുടെ എല്ലാം മുനയൊടിക്കാനുള്ള രേഖകളെല്ലാം നമുക്ക് അയച്ചു തന്ന് ആ അജ്ഞാതനായ ആളിനോട്. ആ തെളിവുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയതുകൊണ്ടാ കോടതിയിൽ അവരുടെ വക്കീലിന്റെ വാദങ്ങളെ പൊളിച്ചെടുക്കാൻ സാധിച്ചത്. തെളിവുകൾ കൈ കിട്ടിയ മാത്രം പോരല്ല, സമയത്ത് അത് കോടതി മുറിയിൽ പ്രസന്റ് ചെയ്ത് കേസ് നമുക്ക് അനുകൂലമാക്കാനുള്ള മിടുക്കൂടെ വേണ്ടേ? അതിന് വക്കീലിനെ കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും. ഇങ്ങനെ പുകഴ്ത്തില്ലേ സച്ചി, ഞാനങ്ങ് പൊങ്ങിപ്പോവും. ഇപ്പൊ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് വക്കീലെ. പഴയതുപോലെ നെല്ലിശ്ശേരിയിലെ ബിസിനസ്സും പേരും പ്രതാപവും എല്ലാം തിരിച്ചു വരും. അതിനെന്താ സംശയം? അതെല്ലാം തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. സച്ചി ധൈര്യമായിട്ടിരിക്കെ. ഇനി സന്ദീപിനെ അവധിക ഹാജരാക്കൂ? അതിനെന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം അവര് സന്ദീപിനെ കോടതിയിൽ ഹാജരാക്കുമായിരുന്നു. അപ്പോ കേസ് നമ്മൾ ജയിക്കുമല്ലേ? എന്താ സംശയം? സച്ചി ധൈര്യമായിട്ടിരിക്കെ, ഞാനല്ലേ പറയുന്നേ. ആ അല്ല വക്കീലെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഏത് പുതിയ സാക്ഷിയെ ഹാജരാക്കുന്ന കാര്യ വക്കീല് കോടതിയിൽ പറഞ്ഞത്? അങ്ങനൊരു സാക്ഷിയുടെ കാര്യം വക്കീല് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അത് മനഃപൂർവ്വം ഞാൻ പറയാതിരുന്നതാ. കാരണം അത് ഞാൻ അവന്തികയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നതിന് മുമ്പ് വക്കീലിന് അതിനുള്ള ആരോഗ്യമൊക്കെ വേണ്ടേ? നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിച്ചാലോ? ആ അത് ശരിയാ. വക്കീല് വാദിച്ച് നല്ലതുപോലെ ക്ഷീണിച്ചു. വക്കീലിന്റെ ആരോഗ്യം ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? പിന്നെ കൊള്ളാം, നല്ല ഉത്തരവാദിത്വം തന്നെ. വാ, എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. ആ വക്കീലെ, എന്നാലും ആ സാക്ഷി ആരാണെന്ന് ഞങ്ങളോടെങ്കിലും ഒന്ന് പറ. അത് സസ്പെൻസ്. കോടതി മുറിയിൽ വരുമ്പോ കണ്ടാ മതി. ശരി, വാ.